എപ്പോഴും ലോറി ഓടിച്ച് പല പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ കണ്ണാടിക്കലെ അർജുൻ ഓർമ്മകൾ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമായി ചില കാര്യങ്ങൾ ലോറിയിൽ നിന്ന് ഇന്ന് രാവിലെ ലഭിച്ചിരുന്നു. പുഴയുടെ ആഴങ്ങളിൽ ലോറിയുടെ ക്യാബിനിൽ അർജുൻ്റെ സമീപം മകൻ്റെ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു മിനി ലോറിയുടെ ഈ കളിപ്പാട്ടം കൂടി ഇന്ന് കണ്ടെടുത്തിരുന്നു. ആ ക്യാബിനിൽ നിന്ന് അതുപോലെ കിട്ടിയ ബാഗും ഫോണും പാത്രങ്ങളും എല്ലാം ഓരോരോ ഓർമ്മയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. മകനേറെ പ്രിയപ്പെട്ട കളിപ്പാട്ടം അർജുൻ യാത്രയിൽ കൂടെ കരുതിയത് എന്തിനാകും? പുഴയുടെ അടിത്തട്ടിലേക്ക് തനിച്ചു പോകുമ്പോൾ ഒരിക്കലെങ്കിലും തൊട്ടിട്ടുണ്ടാകുമോ അതിൽ? ലോറിയുമായുള്ള അച്ഛൻ്റെ വരവും കാത്തിരുന്ന മകൻ അയന് ഇനി ഇത് അർജുൻ്റെ ഓർമ്മയാണ്. കുഞ്ഞിൻ്റെതാണ് ഇത് സ്ഥിരമായിട്ട് വാഹനത്തിൽ വെക്കുന്നത്. ഡോക്യുമെൻറ്റ്സ്, ഡ്രസ്സ്, 2 മൊബൈൽ ഫോൺ, വാച്ച് എല്ലാം നമുക്ക് പാത്രങ്ങൾ, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അർജുൻ്റെ സാമീപ്യമുണ്ടായിരുന്ന ഓരോന്നും, എന്നും പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, സമയം നിലച്ച വാച്ച്, പാത്രങ്ങളും ബാഗും വസ്ത്രങ്ങളുമെല്ലാം. അങ്ങനെ അർജുൻ കൂടെ കൂട്ടിയതെല്ലാം പുറത്തെടുത്തപ്പോൾ ഗംഗാവലിയുടെ മൺതിട്ട നൊമ്പര തീരമായി. ഇന്നലെ അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങളായിരുന്നു കണ്ടെടുത്തത്. ഇന്ന് ഓർമ്മകളുടെ ഭാരമേറിയുള്ള ശേഷിപ്പുകളും. 24 ഷിരൂർ. സീന മുഹമ്മദിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. നമ്മുടെ അർജുനെ കിട്ടി, പക്ഷേ സമ്മർദ്ദം ചെലുത്താൻ കഴിവില്ലാത്ത 2 പേരുടെ കാര്യം കൂടി അറിയാനുണ്ട്. അതുകൊണ്ട് തെരച്ചിൽ നിർത്തരുത് എന്നാണ് സീന മുഹമ്മദ് പറയുന്നത്. കർണാടക സർക്കാരാണ് സീന തീരുമാനിക്കേണ്ടത്. നമുക്കതിനകത്ത് വലിയ റോളില്ല. നമുക്ക് പറയാം, സമ്മർദ്ദം ചെലുത്താം. തീർച്ചയായിട്ടും ജഗന്നാഥനെ പോലെയുള്ള ചില ആളുകൾ എന്തായി എന്നുള്ള കാര്യം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല.